ഹലോ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ കുറച്ച് മേക്കപ്പ് പ്രോഡക്റ്റ്സ് ആണ് കേട്ടോ കാണിക്കുന്നത്. നൈക്കയിൽ പല പ്രാവശ്യമായിട്ട് നമ്മൾ വാങ്ങിയിട്ടുള്ള മേക്കപ്പ് പ്രോഡക്റ്റ്സ് ആണ്. ഇതൊക്കെയാണ് നമ്മുടെ സാധനങ്ങൾ. അപ്പോൾ നമുക്ക് ആദ്യം തന്നെ ഒരു ട്രാൻസ്ലൂസൻ പൗഡർ കാണാം. ഇത് PSCയുടെ ട്രാൻസ്ലൂസൻ പൗഡർ ആണ്. ഫൈൻ ആയിട്ടുള്ള ഒരു ലെയറിംഗ് ആണ് ഈ ഒരു ട്രാൻസ്ലൂസൻ പൗഡർ ഇടുമ്പോൾ നമുക്ക് കിട്ടുക. അപ്പോൾ അത് PSCയുടെ ഞാൻ ബനാന പൗഡർ ആണ് വാങ്ങിയിരിക്കുന്നത്. കണ്ടോ, നമുക്ക് ആവശ്യത്തിനുള്ളത് ഇതിൽ നിന്ന് ഇങ്ങനെ കുടഞ്ഞ് ഇതിൽ നിന്ന് വരും. അപ്പോൾ ഇത് നല്ലൊരു പ്രൊഡക്റ്റ് ആണ് കേട്ടോ. നമുക്ക് അധികം ആവശ്യം വരുന്നില്ല. കണ്ണിൻ്റെ ഈ ഒരു കുറച്ച് ഏരിയാസ് മാത്രം, അതിൻ്റെ സ്കിന്ന് വളരെ ഓയിലിയാണ്, അതുകൊണ്ട് തന്നെ കുറച്ച് ഏരിയാസ് നന്നായിട്ട് നമ്മൾ സെറ്റ് ചെയ്യണം. അതിന് വേണ്ടിയിട്ട് ഞാൻ വാങ്ങിയിട്ടുള്ള ട്രാൻസ്ലൂസൻ പൗഡറാണ് കേട്ടോ. പിന്നെ ഞാൻ അവരുടെ ഫൗണ്ടേഷനാണ് കേട്ടോ വാങ്ങിയിട്ടുള്ളത്. നമ്മുടെ PSCയുടെ സ്റ്റുഡിയോ HD ലിക്വിഡ് ഫൗണ്ടേഷൻ. ഭയങ്കര ഫ്ലോലെസ് ഫൗണ്ടേഷൻ ആണെന്നൊക്കെയാണ് പറയുന്നത്. ഇത് സ്കിന്നായിട്ട് നന്നായിട്ട് തന്നെ മെൽറ്റായി പോകുന്ന പോലെ എനിക്ക് തോന്നി. നല്ലൊരു ഫ്ലോലെസ് ആയിട്ട് നല്ല എൻ്റെ സ്കിന്നിന് നല്ല മാച്ചിങ് ആയിട്ട് തോന്നിയിട്ടു. നമ്മളിപ്പോൾ ഒരു ലെയറൊന്നും ഇട്ട് കഴിഞ്ഞ് നമ്മൾ ഫൗണ്ടേഷൻ ഇട്ടു എന്നേ തോന്നുന്നില്ല. അത്രയും ഫ്ലോലെസ് ആയിട്ടുള്ള ഒരു ഫിനിഷ്. പിന്നെ അത്യാവശ്യം നമുക്ക് ഇതിൽ നിന്ന് കവറേജ് കിട്ടുന്നുണ്ട്. പിന്നെ എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഓൾറെഡി ഫേസ് കൺസീലൊക്കെ ചെയ്തിട്ടാണല്ലോ ഇടുക. അപ്പോൾ ഈ ഒരു ഫൗണ്ടേഷൻ ഓക്കെയാണ്. പിന്നെ അത്ര അധികം ലോങ് ലാസ്റ്റിംഗ് ആയിട്ട് എനിക്ക് തോന്നിയില്ല. പെട്ടെന്ന് തന്നെ അത് ട്രാൻസ്ഫർ ചെയ്യുന്നുണ്ടായിരുന്നു. പക്ഷേ അതിന് നമുക്ക് സെറ്റിംഗ് സ്പ്രേ അടിച്ചു കഴിഞ്ഞാൽ ഇത് നല്ലൊരു ഓപ്ഷനാണ് കേട്ടോ. ഇതിൽ എൻ്റെ ഷെയ്ഡ് വന്നിട്ട് 3.0 എന്നുള്ള ഷെയ്ഡാണ്. ഇതിന് റേറ്റ് വന്നിട്ട് 995 റുപ്പീസാണ്. ഇതിന് തീരെ അവർ ഓഫേഴ്സ് അധികം ഉണ്ടാവില്ല. PSCയുടെ പ്രൊഡക്ട്സ് വാങ്ങുമ്പോൾ ഓഫേഴ്സ് കുറവാണ്. എങ്ങാനും 10% അങ്ങനെ കിട്ടിയ അത്രേ ഉള്ളൂ കേട്ടോ. അല്ലാതെ വേറെ ഓഫേഴ്സൊന്നും ഈ PSCക്ക് വരുന്നില്ല. പിന്നെ ഇനി അടുത്തത് അവരുടെ ഞാൻ PSCയുടെ തന്നെ ഒരു സെറ്റിംഗ് സ്പ്രേ വാങ്ങിയിട്ടുണ്ടായിരുന്നു. കണ്ടോ, അത് PSCയുടെ സെറ്റിംഗ് സ്പ്രേ ആണ്. നല്ലൊരു സെറ്റിംഗ് സ്പ്രേ ആണ് കേട്ടോ. മൈക്രോ ഫിനിഷ് സെറ്റിംഗ് സ്പ്രേ ആണ്. നല്ല ഫൈൻ ആയിട്ടുള്ള മിസ്റ്റാണ് ഇതിൽ വരിക കേട്ടോ. നമ്മൾ അപ്ലൈ ചെയ്യുമ്പോൾ പിന്നെ ഒരു എന്താ പറയുക, ഡ്യൂയി ലുക്കാണ് ഈ ഒരു സെറ്റിംഗ് സ്പ്രേക്ക്. നല്ല പ്രൊഡക്റ്റ് ആണ് കേട്ടോ. നമ്മുടെ ഈ പ്രൊഫഷണൽ ആയിട്ടുള്ള മേക്കപ്പ് ആർട്ടിസ്റ്റുകളൊക്കെ യൂസ് ചെയ്യുന്ന നല്ലൊരു പ്രൊഡക്റ്റ് ആണിത്. ഈ മാക്കിൻ്റെ സെറ്റിംഗ് സ്പ്രേ ആണ് ഞാൻ ആദ്യം യൂസ് ചെയ്തിരുന്നത്. സെറ്റിംഗ് സ്പ്രേ അല്ല, സോറി, ഫിക്സിംഗ് സ്പ്രേ. ഇത് നമുക്ക് മേക്കപ്പ് ചെയ്യുന്നതിന് മുമ്പ് ഒരു പ്രൈമറായിട്ട് മേക്കപ്പ് പ്രെപ്പായിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു പ്രൊഡക്റ്റും കൂടിയാണ് കേട്ടോ. നല്ല പ്രൊഡക്റ്റാണ്. എന്താ പറയുക, നന്നായിട്ട് നമുക്ക് മേക്കപ്പ് ഒക്കെ നല്ല സ്മൂത്ത് ആൻഡ് ഫ്ലോലെസ് ആക്കാനൊക്കെ അത് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. PSCയുടെ തന്നെ ഒരു ഐബ്രോ ഡിഫൈനർ ആണ് കേട്ടോ. അടിപൊളി സാധനമാണ് കേട്ടോ. ഇവരുടെ പാക്കേജിങ് ഒക്കെ കിടുവാണ്. ഈ പാക്കേജിങ് ഓപ്പൺ ചെയ്ത് കഴിയുമ്പോൾ വരുന്നത് ഇതേ ഉള്ളിൽ ഇങ്ങനെ ഒരു ബോക്സ് ആണ് കേട്ടോ. കണ്ടോ, ഈ ഒരു ബോക്സും കഴിഞ്ഞിട്ട് അതിൻ്റെ ഉള്ളിലാണ് നമ്മുടെ പ്രൊഡക്റ്റ് ഇരിക്കുന്നത്. കണ്ടോ, ഇതാണ് ഇതിൻ്റെ പ്രൊഡക്റ്റ് വരുന്നത്. അടിപൊളിയാണ്. 4 ഷെയ്ഡുകളാണ് വരുന്നത്. ഇതിനുള്ളിൽ വലിയ നമുക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുന്ന നല്ലൊരു ആപ്ലിക്കേറ്ററും കൂടി ഉണ്ട്. അതിൻ്റെ ഒപ്പം കണ്ടോ, ഇങ്ങനെ ഐബ്രോസ് കോംബ് ചെയ്യാൻ പറ്റിയ കോമ്പുണ്ട്. കണ്ടില്ലേ, ഇത് അതിൻ്റെ ഇടയിൽ ഇങ്ങനൊരു ഇതും കൂടി ഉണ്ട്. ഇത് ഇങ്ങനെ കവർ ചെയ്തിട്ടായിരുന്നു. ഞാനിനി യൂസ് ചെയ്യുന്നതൊക്കെ നിങ്ങൾക്ക് എൻ്റെ ഗെറ്റ് റെഡി വിത്ത് മീയിലൂടെയൊക്കെ കാണാൻ പറ്റും ഇനി ഈ പ്രൊഡക്ട്സ്. അപ്പം നിങ്ങൾക്ക് അറിയാം ഇതിൻ്റെ എങ്ങനെയുണ്ടെന്ന്. ഞാൻ അതിൻ്റെ ഒപ്പം റിവ്യൂ പറയാം കേട്ടോ. ഇതിൻ്റെ നല്ല പ്രൊഡക്റ്റാണ്. ഞാൻ യൂസ് ചെയ്ത് നോക്കി. അധികം പെട്ടെന്ന് പോകുന്നൊന്നുമില്ല. നമുക്ക് നല്ലൊരു എന്താ പറയുക, കുറേ നേരത്തേക്ക് അത് ലോങ് ലാസ്റ്റ് ചെയ്യുന്നുണ്ട്. പിന്നെ നല്ല കളർ ഷെയ്ഡ്സ് ആണ്. ഇതിൻ്റെ റേറ്റ് വേണ്ടത് 595 ആണ്. ഇത് ഒരു 500 സംതിങ്ങിനാണ് എനിക്ക് കിട്ടിയത്. 500 സംതിങ് ചെറിയൊരു ഡിസ്കൗണ്ട് ഉണ്ടായിരുന്നുള്ളൂ. പക്ഷെ എനിക്ക് ഈ പ്രൊഡക്റ്റ് അത്ര അത്യാവശ്യമായിരുന്നുകൊണ്ട് ഞാൻ ഇതന്നെ വാങ്ങിയതാണ്. ഇതിൻ്റെ 2 ലിപ്സ്റ്റിക്സ് വാങ്ങിട്ടോ. അത് വന്നിട്ട് ടൈംലെസ് മെയ്ഡ് മിനി ലിക്വിഡ് ലിപ്സ്റ്റിക് ആണ് കേട്ടോ വാങ്ങിയത്. ഒന്ന് ബ്രോക്കൺ ഹേർട്ടും പിന്നെ ഒന്ന് സ്പ്രിങ്ക് എന്ന് പറഞ്ഞിട്ടുള്ള ഷെയ്ഡും. രണ്ടും നല്ല ഷെയ്ഡ്സ് ആണ്. എന്താ ബേൺഡ് ഓറഞ്ച് എന്നൊക്കെ പറയുന്ന ഒരു ഷെയ്ഡും പിന്നെ ഒന്ന് ഈ ഒരു ഷെയ്ഡാണ് കേട്ടോ. ഡാർക്ക് മെറൂണോ അങ്ങനത്തെ ഒരു ഷെയ്ഡാണ്. രണ്ടും നല്ല ഷെയ്ഡ്സ് ആണ് കേട്ടോ. ഇത് ഡെയിലി വെയർ ആയിട്ട് യൂസ് ചെയ്യാൻ നല്ലൊരു ഷെയ്ഡാണ് ഈ സ്പ്രിങ്ക് എന്ന് പറയുന്നത്. ഇത് ഇച്ചിരി ഒക്കേഷണലി പാർട്ടി വെയർ ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു കളർ ഷെയ്ഡാണ് കേട്ടോ. പിന്നെ വാങ്ങിയത് PSCയുടെ തന്നെ ഒരു പ്രൊഡക്റ്റാണ്.
ഇപ്രാവശ്യം PSC ആണ് ഞാൻ കൂടുതൽ വാങ്ങിയത്. ഞാൻ പറഞ്ഞല്ലോ എനിക്ക് വളരെ നന്നായിട്ട് ഇഷ്ടപ്പെട്ടു അവരുടെ പ്രോഡക്റ്റ്. അതുകൊണ്ടാണ് ഞാനത് വാങ്ങുന്നത് കേട്ടോ. അവരുടെ കുഞ്ഞു മിനി ലിപ്സ്റ്റിക്ക്. കാരണം എനിക്ക് ഈ ഇത്രയും പോകുന്ന മിനി ലിപ്സ്റ്റിക്ക് ആവശ്യം വരുന്നുള്ളൂ. കാരണം എന്താ വെച്ചാൽ നമ്മൾ അധികം ഒന്നും യൂസ് ചെയ്യില്ല. അപ്പോൾ ഷെയ്ഡ്സുകളാണെങ്കിൽ അത്യാവശ്യം വേണം താനും. അപ്പോൾ ഇങ്ങനത്തെ ഈ മിനി ആയിട്ടുള്ള ലിക്വിഡ് ലിപ്സ്റ്റിക്സും ആണ് എനിക്ക് ഇഷ്ടം. ഇത് നല്ലൊരു ഷെയ്ഡാണ് കേട്ടോ. അത് വന്നിട്ട് പറയാതിരിക്കാൻ വയ്യ, ഇത് അടിപൊളി ഷെയ്ഡാണ്. ഇത് ഞാനിപ്പം അപ്ലൈ ചെയ്ത് കാണിച്ചു തരുമ്പോൾ നിങ്ങൾക്ക് വീഡിയോയിലൂടെ അതിൻ്റെ ആ ഒരു ഷെയ്ഡ് അറിയില്ല. പക്ഷെ സംഭവം കിടു ഷെയ്ഡാണ് കേട്ടോ, അടിപൊളി. പിന്നെ ഞാൻ വാങ്ങിയിട്ടുണ്ടായിരുന്നത് എന്താണെന്ന് വെച്ചാൽ നമ്മുടെ നൈക്കയുടെ ഓൾ ഡേ മാറ്റ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു കോമ്പാക്ട് പൗഡർ ആയിരുന്നു. നമ്മൾ ഡെയിലി വിയർ ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു കോമ്പാക്ട് പൗഡർ ആണ് കേട്ടോ. ഇത് കണ്ടോ, നൈക്കയുടെ നമുക്ക് ഡെയിലി വെയർ ആയിട്ട് യൂസ് ചെയ്യാം. ഞാൻ അത്യാവശ്യം യൂസ് ചെയ്തു കേട്ടോ. അതിൻ്റെ സ്പഞ്ചൊക്കെ ഇങ്ങനെ ഇരിക്കുന്നത് യൂസ് ചെയ്തു. സാൻഡ് എന്ന് പറഞ്ഞിട്ടുള്ളൊരു ഷെയ്ഡാണ് ഞാൻ വാങ്ങിയത്. ജസ്റ്റ് എനിക്കൊന്ന് ഞാൻ ഓഫീസിൽ പോകുന്ന ടൈമിൽ ഞാൻ അധികം ഒന്നും അങ്ങനെ മേക്കപ്പ് യൂസ് ചെയ്യില്ല. സ്കിൻ കെയർ ചെയ്ത് കഴിഞ്ഞതിന് ശേഷം ഡയറക്റ്റ്ലി കോമ്പാക്ട് പൗഡർ അപ്ലൈ ചെയ്യുക. അപ്പോൾ ഡെയിലി യൂസ് ചെയ്യുമ്പോൾ എപ്പോഴും ഇങ്ങനത്തെ ഡെയിലി യൂസ് ചെയ്യാൻ പറ്റുന്ന തരത്തിലുള്ള കോമ്പാക്ട് ഇടുന്നതാണ് സ്കിന്നിന് നല്ലത്. അതുകൊണ്ട് ഞാൻ ഈ നൈക്കയുടെ ഈ ഒരു കോമ്പാക്ട് പൗഡറാണ് കേട്ടോ യൂസ് ചെയ്യാം. നല്ല പൗഡറാണ്. നമുക്ക് ഓയിൽനെസ് ഒക്കെ കുറേ നേരത്തേക്ക് കൺട്രോൾ ചെയ്യാൻ ഈ ഒരു കോമ്പാക്ട് പൗഡർ പറ്റും കേട്ടോ. പിന്നെ ഞാൻ വാങ്ങിയിട്ടുള്ളത് നമ്മുടെ ലാക്മിയുടെ ഈ ഒരു എന്താ പറയുക, പൗഡർ ഫൗണ്ടേഷൻ പ്രസ്ഡ് പൗഡർ എന്നൊക്കെ പറയില്ലേ, അതാണ് കേട്ടോ. പൗഡർ ഫൗണ്ടേഷൻ നമുക്ക് ഫൗണ്ടേഷനായിട്ടും യൂസ് ചെയ്യാം, കോമ്പാക്റ്റ് ആയിട്ടും യൂസ് ചെയ്യാം. അങ്ങനെ ഉള്ള ഒരു പ്രൊഡക്റ്റാണ് ഇത്. നല്ലൊരു പ്രൊഡക്റ്റാണ് കേട്ടോ. എൻ്റെ റേറ്റ് വരുന്നത് 625 റേറ്റ് വരുന്നുണ്ട്. അറൗണ്ട് 350 ഉള്ളിൽ എനിക്ക് അറൗണ്ട് ഒരു 300 ഓർ 350 അതിൻ്റെ ഉള്ളിൽ എനിക്കിത് കിട്ടി. ഇതിൻ്റെ ഈ അവരുടെ പുതിയ പാക്കേജിങ് ആണ്. നല്ല ലക്ഷറി ആയിട്ടുള്ള ഒരു പാക്കേജിങ് ആണ് കേട്ടോ. നമുക്ക് ഇത് പൗഡറിന് യൂസിന് വേണ്ടിയിട്ട് ഇത് ജസ്റ്റ് ഇങ്ങനെ എടുത്ത് ഡാബ് ചെയ്തിട്ട് ഫേസിൽ അപ്ലൈ ചെയ്യാം. അതേപോലെ തന്നെ നമ്മളിപ്പോൾ ഫൗണ്ടേഷൻ ആയിട്ടാണ് യൂസ് ചെയ്യുന്നത് വെച്ചാൽ ഈ സ്പഞ്ച് ഒന്ന് വെറ്റാക്കുക, അതായത് വെള്ളത്തിൽ മുക്കിപ്പിഴിഞ്ഞിട്ട് വെറ്റാക്കിയിട്ട് നമ്മൾ അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ ഇത് ഫൗണ്ടേഷനായിട്ട് യൂസ് ചെയ്യാം. അടിപൊളി സാധനമാണ് കേട്ടോ. പക്ഷെ ഞാൻ കാണിക്കുന്നത് എൻ്റെ എപ്പോഴത്തെയും ഫേവറേറ്റ് പ്രൊഡക്റ്റായ ഒരു കൺസീലറാണ് കേട്ടോ. ഇത് നല്ലൊരു പ്രൊഡക്റ്റാണ്. എന്താ പറയുക, എത്ര ബോട്ടിൽസ് ഞാൻ യൂസ് ചെയ്തു എന്ന് ഒരു 6 7 ബോട്ടിൽസ് ഞാൻ ഇതിനകം യൂസ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടാവുന്ന ഒരു കൺസീലറാണ്. ഈ ഒരു കൺസീലറും ഈ ഒരു കൺസീലറും കോമ്പാക്ട് പൗഡറും വെച്ചിട്ട് ഞാൻ ഫേസിലെ മേക്കപ്പ് കറക്റ്റായിട്ട് സൂപ്പറായിട്ടൊരു മേക്കപ്പ് ചെയ്യാൻ പറ്റും. അതിൻ്റെ കഴിഞ്ഞിട്ടുള്ള 2 ബോട്ടിൽസ് ഞാൻ എടുത്തു വെച്ചതാണ് കണ്ടോ. ബാക്കി ബോട്ടിൽസൊക്കെ കളഞ്ഞു കണ്ടോ. ഇത് പിന്നെ എല്ലാവർക്കും അറിയുന്നുണ്ടാവുമല്ലോ. ഇത് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ, ഞാനത് പൊളിച്ചിട്ടില്ല. ഇത് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ സ്പഞ്ച് ഇതൊന്ന് ട്വിസ്റ്റ് ചെയ്ത് കഴിഞ്ഞിട്ടുള്ള പ്രോഡക്റ്റ് വരും. നമ്മൾ ഡാർക്ക്നെസ് പിഗ്മെൻറ്റേഷനും ഉള്ള ഏരിയയിൽ ഇത് ഡാബ് ചെയ്ത് കൊടുക്കുക. ജസ്റ്റ് ഒന്ന് കൈകൊണ്ടും ഡാബ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ ഓക്കെ, നമ്മൾ സെറ്റായി. എന്താ പറയുക, കുറേ നേരത്തേക്ക് ലാസ്റ്റ് ചെയ്യും കേട്ടോ അത്. ഇപ്പോൾ അതിൻ്റെ പാക്കേജിംഗ് ഒക്കെ ചെറുതായിട്ട് മാറിയിട്ടുണ്ട് മുമ്പത്തെക്കാളും. മുമ്പത്തെ പാക്കേജിങ് കണ്ടില്ലേ, മുമ്പത്തെ പാക്കേജിങ് ഇതായിരുന്നു. ബട്ട് നൗ കണ്ടില്ലേ, രണ്ടിൻ്റെയും പാക്കേജിങ് മാറ്റം വന്നിട്ടുണ്ട്. ഇനി ഒരു പ്രോഡക്റ്റ്, ലാസ്റ്റ് ആൻഡ് ഫൈനൽ പ്രോഡക്റ്റ് ആണ്. ഇത് നമ്മുടെ ലാസ്റ്റ് ആൻഡ് ഫൈനൽ പ്രോഡക്റ്റ് ആണ് കേട്ടോ. ഇത് ഞാനിപ്പോൾ ഈ അടുത്ത് യൂസ് ചെയ്ത് നോക്കിയൊരു സംഭവമാണ്. എന്താ പറയുക, കിഡു എന്ന് പറഞ്ഞാൽ കിഡു ആയിട്ടാണ് കേട്ടോ. ഞാൻ ഇത്രയും പ്രതീക്ഷയില്ല. ലാക്മി എന്നുള്ള ബ്രാൻഡിൽ നിന്ന് ഞാൻ അവരുടെ ഇല്യൂമിനേറ്റിംഗ് ക്രീം ഇത്രയും വർക്ക് ചെയ്യുന്ന ഒരു പ്രൊഡക്റ്റ് ആണെന്ന് ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ചില്ല കേട്ടോ. അതുകൊണ്ടാണ് ഞാനിത് കണ്ടിട്ട് ഞാൻ വിചാരിച്ചു ഇതിൽ ഗ്ലിറ്റർ പാർട്ടിക്കിൾസ് ഉണ്ടായിരിക്കും, വാങ്ങണ്ടെന്ന് വിചാരിച്ചൊരു പ്രൊഡക്റ്റ് ആയിരുന്നു. ബട്ട് വാങ്ങി നോക്കിയപ്പോൾ എനിക്കിത് നല്ല ഇഷ്ടപ്പെട്ടു. ഞാൻ നിങ്ങൾക്ക് ഷെയ്ഡ് വന്നിട്ട് ഗോൾഡൻ ഗ്ലേസ് ആണ് കേട്ടോ ഞാൻ ഈ വാങ്ങിയ ഷെയ്ഡ്. ഇതിന് റേറ്റ് വരുന്നത് അറൗണ്ട് ഒരു 325 റുപ്പീസാണ്. 299 ആണെന്ന് തോന്നുന്നു ഞാനിത് വാങ്ങിയത്. ഇതാണ് പ്രോഡക്റ്റ്. ഞങ്ങൾക്ക് കാണിച്ചു തരാം കേട്ടോ. എൻ്റെ കൈ ഇങ്ങനെ കണ്ടില്ലേ, ഈ ഒരു പ്രോഡക്റ്റ് നമുക്ക് കുറച്ചൊന്ന് അപ്ലൈ ചെയ്ത് നോക്കാം കേട്ടോ. കയ്യിൽ ഭയങ്കര ഷൈനിങ് ആണ് കേട്ടോ. ഗ്ലിറ്റർ പാർട്ടിക്കിൾസ് ഒന്നുമില്ല. നല്ല ഫിനിഷിങ്, എന്താ പറയുക,
നല്ല ഗ്ലോയി ആയിട്ടുള്ള ലുക്ക് കിട്ടുന്നുണ്ടില്ലേ. അടിപൊളി സാധനമാണ് കേട്ടോ. നിങ്ങൾ ആരെങ്കിലും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ടില്ലെങ്കിൽ എന്താ പറയുക, ഭയങ്കര ഗ്ലോസി ആയിട്ടുള്ള ഗ്ലാസ് ഫിനിഷ് ആയിട്ടുള്ള സ്കിന്നൊക്കെ ഇഷ്ടമാണ് അങ്ങനെയുള്ളവരാണെങ്കിൽ മേക്കപ്പ് ചെയ്യുമ്പോൾ ഇത് നമുക്ക് ഫൗണ്ടേഷൻ്റെ ഒപ്പം മിക്സ് ചെയ്ത് യൂസ് ചെയ്യാം. അല്ലാതെ തന്നെ നമുക്കൊരു ഹൈലൈറ്റർ പോലെ യൂസ് ചെയ്യാം, അല്ലെങ്കിൽ നമുക്ക് പ്രൈമറായിട്ടും ഇത് യൂസ് ചെയ്യാം കേട്ടോ. കിഡു സാധനമാണ്. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. കുറച്ച് മേക്കപ്പ് പ്രോഡക്ട്സും, ഇത് പാർട്ട് 2 വീഡിയോ ആയിരുന്നു. കുറച്ച് സ്കിൻ കെയർ നമ്മൾ ആദ്യത്തെ വീഡിയോയിൽ കണ്ടിട്ടുണ്ടായിരുന്നു. അതൊക്കെ അടിപൊളി പ്രൊഡക്ട്സ് ആണ് കേട്ടോ. ഞാനിപ്പോൾ ഒരു പ്രൊഡക്റ്റ് വാങ്ങുമ്പോൾ നമ്മൾ അത്രയും റിവ്യൂസും കാര്യങ്ങളും കണ്ടിട്ടേ നമ്മൾ പ്രൊഡക്ട്സൊക്കെ വാങ്ങുള്ളൂ. അങ്ങനെ വാങ്ങിയ പ്രൊഡക്ട്സാണ് എല്ലാം. പിന്നെ എൻ്റെ സ്കിൻ ടൈപ്പിന് പറ്റുന്ന തരത്തിലുള്ള പ്രൊഡക്റ്റാണ് ഞാൻ വാങ്ങുന്നത്. എൻ്റെ സ്കിൻ ടൈപ്പ് ഓയിലി സ്കിന്നാണ്, പിമ്പിൾ പ്രോൺ സ്കിന്നാണ്. അതായത് എയിനൊക്കെ നന്നായിട്ട് വരുന്ന ഒരു സ്കിൻ ടൈപ്പാണ് കേട്ടോ എൻ്റെ. അപ്പോൾ ഞാൻ ആ ഒരു ടൈപ്പുള്ള സ്കിന്നുകാർക്കായിരിക്കും ഈ പ്രോഡക്ട്സൊക്കെ നന്നായിട്ട് സ്യൂട്ടായി പോകുന്നുണ്ടാവുക. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ ഈ ഒരു വീഡിയോ. ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, അതേപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത വീഡിയോ ആയിട്ട് വരുന്നവരേക്കും എല്ലാവർക്കും ബൈ.